ആദാബ്. ആവാസ് ഉറുദു കേരള ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു പുതിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. പോസ്റ്റർ നിർമ്മാണത്തിനും ലോഗോ നിർമ്മാണത്തിനുമെല്ലാം നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ പറയട്ടെ, ഈ ആപ്ലിക്കേഷനുമായി അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാതാക്കളുമായി ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ അത് ആഡ് ഓൺ സർവീസാണ്, പരസ്യങ്ങൾ കൂടെ ചേർന്നതാണ്. അതേസമയം നമ്മൾ ഒറിജിനൽ വേർഷൻ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമാണ് ആഡ് ഫ്രീ ആയിട്ടുള്ള വേർഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. ഏതായാലും ഫ്രീ വേർഷൻ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണാക്കിയതിന് ശേഷം പ്ലേ സ്റ്റോർ തുറക്കുക. പ്ലേ സ്റ്റോറിൽ ഇമേജിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതായതുകൊണ്ട് ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആദ്യമായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക. ആ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഓപ്പൺ എന്നുള്ളതാണ് കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്നു. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ഒരു ഇൻ്റർഫേസ്, ഒരു പേജായിരിക്കും ദൃശ്യമാകുക, ഒരു സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക. ഇതിലുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ഓപ്പൺ ക്യാമറ എന്നൊരു ഓപ്ഷൻ കാണാം, സെറ്റിങ്സ് കാണാം, ന്യൂ ലോഗോ ഡിസൈൻ കാണാം, ന്യൂ പേജ്. ഇത്രയും ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഓപ്പൺ ക്യാമറ എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഈ ആപ്ലിക്കേഷനിലേക്ക് ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷേപ്സ് ഉപയോഗിക്കാനുമെല്ലാം സാധിക്കും. അതോടൊപ്പം ന്യൂ ലോഗോ ഡിസൈൻ എന്നൊരു ഐക്കൺ കാണാം, ന്യൂ പേജ് എന്നൊരു ഐക്കൺ കാണാം. ഇത് രണ്ടുമാണ് നമ്മൾ പുതിയ ലോഗോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ന്യൂ ലോഗോ ഡിസൈൻ എന്നതും മറ്റു പുതിയ പോസ്റ്ററുകളും മറ്റും നിർമ്മിക്കാൻ ന്യൂ പേജ് എന്നുള്ളതുമാണ് ഉപയോഗിക്കുന്നത്. വാച്ച് ട്യൂട്ടോറിയൽസ് എന്നുള്ള ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽ വീഡിയോകൾ നമുക്ക് കാണാം. ഓൺലൈൻ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായി നമുക്ക് ഫോട്ടോകൾ ഈ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാം. അതുപയോഗിച്ചുകൊണ്ട് പോസ്റ്ററുകളും മറ്റും നിർമ്മിക്കാം. ഇനി നമുക്ക് പരിചയപ്പെടാം ആപ്ലിക്കേഷനെ കുറിച്ച്. ഇവിടെ ന്യൂ ലോഗോ ഡിസൈൻ എന്നുള്ള ഇതിലൊന്ന് അമർത്തുന്നു. ഇപ്പോൾ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പേജിൽ നമുക്ക് ലോഗോ തയ്യാറാക്കാവുന്നതാണ്. ലോഗോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ലോഗോ അതിൻ്റെ പശ്ചാത്തലം ഇല്ലാതെ തന്നെ നമുക്ക് മറ്റിടങ്ങളിൽ, മറ്റു പേജുകളിലോ അല്ലെങ്കിൽ സൈറ്റുകളിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു ലോഗോ തയ്യാറാക്കുന്നതെന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. വിശദമായിട്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് തയ്യാറാക്കാം. ഞാനിവിടെ ഉള്ള ഐക്കണുകളൊന്ന് പരിചയപ്പെടുത്താം. പേജ് എന്നുള്ളൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാം, സൈസ്, റീസൈസ് പോയിൻറ്റ്. സൈസ് എന്ന നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജിൻ്റെ സൈസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 2000 ഹൈറ്റും വിഡ്ത്തും 2000 ആയിട്ടുള്ള 2000 ആയിട്ടുള്ളൊരു പേജ് സൈസാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ സൈസ് ഇവിടുന്ന് മാറ്റി വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ മുകളിൽ കാണുന്ന ഈ ആരോ മാർക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ടുള്ള സൈസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ്. എന്നിട്ട് തിരഞ്ഞെടുത്ത ശേഷം സേവ് എന്നുള്ളത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഡൺ എന്നുള്ളത് കൂടെ പ്രസ് ചെയ്താൽ ആ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലെയറുകൾ 1 by 1 ആയിട്ട് ദൃശ്യമാവും. ഇപ്പോൾ നിലവിൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇത് ശൂന്യമായി കിടക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കാം. അതോടൊപ്പം ആഡ് ബട്ടൺ കാണാം. ഈ ആഡ് ബട്ടണ് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ആഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 4 ഓപ്ഷനുകൾ കാണാം, സിമ്പിൾസ്, ഷേപ്പ്, ടെക്സ്റ്റ്, ഇമേജ്. ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം, പിന്നീട് വിശദമായിട്ട് നോക്കാം. സിമ്പിൾസ് എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി സിമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഒരുപാട് സിമ്പിളുകൾ ഇവിടെ ലഭ്യമാണ്. ഇനി ഇവിടെ ഇല്ലാത്ത സിമ്പിളുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനുമുള്ള സൗകര്യമുണ്ട്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണാക്കിയതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. നിരവധി ഷേപ്പുകൾ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോന്നായിട്ട് നമുക്ക്
ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഷേപ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ആഡ് ബട്ടണിൽ ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഈ ടെക്സ്റ്റ് ഓപ്ഷനിൽ നമ്മൾ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഡൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് അതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിത് ഡിലീറ്റ് ചെയ്യാണ്. ഏറ്റവും ഈ തലയ്ക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ പ്രസ് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ആഡ് ബട്ടണിൽ അവസാനമായിട്ട് നമുക്ക് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിന്ന് നമുക്ക് പല ഓപ്ഷനുകളുണ്ട്. ഇമേജിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ഫോട്ടോ, ഓൺലൈൻ സ്റ്റിക്കർ, ഗാലറി, ക്യാമറ, ക്യാൻസൽ, ഇത്രയും ഓപ്ഷനുകൾ കാണാം. ഞാനിവിടെ ഗാലറിയിൽ പ്രസ് ചെയ്യുന്നു. ഗാലറിയിൽ നിന്ന് ക്യാമറ, അതിൽ നിന്ന് ഞാൻ ചഷ്മ ഉറുദുവിൻ്റെ ഒരു ഫോട്ടോ ആണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ പേജിലേക്ക് അത് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് വിരലുപയോഗിച്ച് അമർത്തി വലിച്ചുകൊണ്ട് നമുക്കതിനാവശ്യമായ സ്ഥലത്തേക്ക് നീക്കി വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ കാണുന്ന ആരോ മാർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഈ കോർണറിലെ ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് സെയിം റേഷ്യോ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സൈസ് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത്രയും ഞാനിതിനെ വലുതാക്കിയിട്ടുണ്ട്. ഡൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഓക്കെ ആയി. ഇനി ഞാൻ ആ ചിത്രം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ താഴെ കാണുന്ന ഓപ്ഷനുകളിൽ നിന്ന് ബോർഡർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ബോർഡറിൽ 2 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബോർഡർ എന്നും കോർണർ റേഡിയസ് എന്നും. ഞാൻ ഈ കോർണർ റേഡിയസിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ചിത്രം ഡൺ എന്നടിക്കാം. ഇനി ഈ ചിത്രത്തെ ഇപ്പോൾ ഈ ചിത്രം സെലക്റ്റഡ് ആണ്. ഈ ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഒപ്പാസിറ്റി. ഈ ഒപ്പാസിറ്റിയിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. ഒപ്പാസിറ്റി കുറച്ച് വെച്ചിട്ടുണ്ട്. ഡൺ. ഓക്കെ, ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ആഡ് ബട്ടണിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇമേജാണ് കൊണ്ടുവന്നത്. ഇനി ഞാനൊരു ഷേപ്പ് കൊണ്ടുവരികയാണ്. സർക്കിളാണ് കൊണ്ടുവരുന്നത്. ഈ സർക്കിളിനെ ഞാൻ ആവശ്യമായ സ്ഥലത്തേക്ക് നീക്കി വെച്ചു. സർക്കിളിൻ്റെ സൈസ് ഈ ചിത്രത്തിന് സമാനമായി കൂട്ടുകയാണ്. ഓക്കെ, ചിത്രത്തോടൊപ്പമായി വെച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ള സർക്കിൾ, അതിനെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ സർക്കിളിൻ്റെ ഷേപ്പിലോ വലിപ്പത്തിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ഇവിടെ ഫസ്റ്റ് കാണുന്ന എഡിറ്റ് ഐക്കൺ ഉപയോഗിക്കാം. ഈ എഡിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോ ഡിസയർ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഇവിടെ കാണാം. അത് ഓൺ ചെയ്താലാണ് ഈ ഐക്കണുകൾ, സ്ക്രീനിൽ കാണുന്ന ഐക്കണുകൾ വരുന്നത്. നമുക്ക് ഇതിൽ ഓരോ നോഡിലും പിടിച്ചിട്ട് ആവശ്യമായ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താവുന്നതാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ഈ രൂപത്തിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം ആവശ്യങ്ങൾ ചെയ്യാം. ഡൺ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഷേപ്പ് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്ത ആ ഷേപ്പ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഡൺ എന്ന് കൊടുക്കുന്നു. ഇനി ഞാനിവിടെ സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സ്ട്രോക്ക് 2 ഓപ്ഷൻ കാണാം, ബോർഡർ, കോർണർ റേഡിയസ്. ഞാൻ ഈ കോർണർ റേഡിയസ് എന്നുള്ളത് ബോർഡർ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് ബോർഡറിൻ്റെ വണ്ണം അല്പം കൂട്ടുന്നു. ഇനി കോർണർ റേഡിയസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനൊന്ന് മാറ്റുമ്പോൾ വരുന്ന ചേഞ്ചസ് നിങ്ങളൊന്ന് നോക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ആ സർക്കിള് മനോഹരമായൊരു ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഞാനിവിടെ ഡൺ എന്ന് അമർത്തുന്നു. ഇനി അതിനൊരു കളർ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഷേപ്പിനാണ് കളർ കൊടുക്കുന്നത്. കളർ എന്നുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായൊരു കളർ സെലക്ട് ചെയ്യാം. ഡൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ ആ ഷേപ്പിലേക്ക് കളറ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കളറിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. ഡൺ. ഒന്നുകൂടെ ഡൺ അമർത്തുന്നു. അതോടൊപ്പം ഇവിടെ ഗ്രിഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് ഗ്രിഡിൽ അമർത്തിയാൽ സ്ക്രീനിൽ വരുന്ന മാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ലൈനുകൾ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ആഡ് ബട്ടണിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുന്നു. 3ാമത്തെ ഓപ്ഷനായ ആഡ് ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആഡ് ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്.
ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമായ ലാംഗ്വേജ് ആദ്യം മാറ്റണം. ഞാനിവിടെ ആവാസ് ഉറുദു കേരള എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആവാസ് ഉറുദു കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്പേസ് ഒന്നും കൂടെ കൂട്ടി കൊടുക്കുകയാണ്. ഡൺ. ഇപ്പോൾ ഞാനിവിടെ ആവാസ് ഉറുദു കേരള എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അതിനെ ഞാനിവിടെ അതിൻ്റെ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് ഒന്ന് കൂട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ സൈസ് ആവാസ് ഉറുദു കേരള എന്നതിൻ്റെ സൈസ് അല്പം കൂട്ടി. അതുപോലെ തന്നെ എൻ്റെ സ്റ്റൈൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. സ്റ്റൈൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡൺ എന്ന് കൊടുക്കാം. ഇനി വീണ്ടും അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വലതുവശത്ത് ആർച്ച് എന്നുള്ളതുണ്ട്. ആ ആർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആർച്ച് കൊടുത്തു. ഇനി അതിൻ്റെ സ്ട്രോക്ക് അല്പം കൂട്ടി കൊടുക്കാം. ഓക്കെ, രണ്ടെണ്ണം കൊടുത്തു. ഇനി ഞാനിവിടെ ആവാസ് ഉറുദു കേരള എന്ന് മലയാളത്തിലും കൂടെ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് ഡണ്ണ് കൊടുത്ത ശേഷം ആഡ് ബട്ടൺ വീണ്ടും അമർത്തുന്നു. ആഡ് ടെക്സ്റ്റ്. ആവശ്യമായ ഭാഷ ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഭാഷയിൽ ടൈപ്പ് ചെയ്യാം. യാതൊരു പ്രശ്നങ്ങളുമില്ല. അല്പം സ്പേസ് കൊടുക്കുന്നുണ്ട്. ഡൺ എന്ന് കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ബോക്സിൻ്റെ വലുപ്പം കുറച്ച് കൂട്ടി അതിനെ ഇങ്ങോട്ട് താഴത്തേക്ക് കൊടുന്ന് വെച്ചു. അതിൻ്റെ സൈസ് അല്പം കൂട്ടി. ഡൺ എന്ന് കൊടുത്തു. ഇനി അതിനെ ആർച്ച് ഷേപ്പിലേക്ക് മാറ്റി. അതിനൊരു ആർച്ച് ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഡൺ എന്ന് കൊടുത്തു. അതിന് സ്ട്രോക്ക് കൊടുക്കാം. ഡൺ എന്ന് കൊടുത്തു. അതിൻ്റെ സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാം. ഡൺ എന്ന് കൊടുത്തു. ഇനി ആവാസ് ഉറുദു എന്ന് നമുക്ക് ഉറുദുവിലും കൂടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ആവാസ് ഉറുദു കേരള എന്ന് ലാംഗ്വേജ് മാറ്റാം. ഞാനിതിനെ ഇവിടേക്ക് മാറ്റി ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈസ് അല്പം കൂട്ടി അതിൻ്റെ ടെക്സ്റ്റ് സൈസ് അല്പം കൂട്ടുന്നു. ഡൺ എന്ന് കൊടുത്തു. സ്റ്റൈല് സെലക്ട് ചെയ്യണം. സ്റ്റൈല് അതിന് സ്ട്രോക്ക് കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്നും കൂടെ കൂട്ടണം തോന്നുന്നു. ഡൺ എന്ന് കൊടുക്കും. ഓക്കെ, അതിനല്പം കൂടെ മുകളിലേക്ക് വെക്കും. ഇനി ഞാനിവിടെ ചഷ്മേ ഉറുദു എന്നും കൂടെ ടൈപ്പ് ചെയ്യുന്നു. ചഷ്മേ ഉറുദു മാഗസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലോഗോ ഉപയോഗിക്കുകയാണെങ്കിൽ ചഷ്മേ ഉറുദു എന്നും കൂടെ ടൈപ്പ് ചെയ്യുന്നു. ആഡ് ടെക്സ്റ്റ്. ചഷ്മേ ഉറുദു എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്റ്റ് ബോക്സ് സൈസ് അല്പം കൂട്ടുന്നു. എൻ്റെ ഫോണ്ട് സൈസ് വലുതാക്കുകയാണ്. അതിലൊരു ചഷ്മയ്ക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കിവിടെ എഡിറ്റ് ഓപ്ഷൻ പോയി വീണ്ടും തിരുത്താം. എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്കതിനെ ഒന്നുകൂടെ മാറ്റാം. ഡൺ. ചഷ്മ ഉറുദു സൈസ് ഒന്നുകൂടെ കൂട്ടണം. ഡൺ. നമുക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യാം.
അതിന് അല്പം സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് ഓപ്ഷൻ ഡൺ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലെയർ ഓപ്ഷനിലൊന്ന് പോവാം. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം ഓരോ ലെയറുകളായിട്ട് ഇവിടെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിൽ ഏത് ലെയർ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിലാവശ്യമായ എഡിറ്റിംഗ് നമുക്ക് ഇവിടുന്ന് വരുത്താവുന്നതാണ്. ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് ബട്ടൺ അടിച്ച് ആ ലെയറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താവുന്നതാണ്. നമുക്ക് ലെയറുകളൊന്നും കൂടെ പരിചയപ്പെടുത്താം. ഈ ലെയറുകളെ ലോക്ക് ചെയ്യാം. ഫുള്ളായിട്ട് ലോക്ക് ചെയ്യാൻ ഇങ്ങനെ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ മൂവ് ലോക്ക് മാത്രമാണ് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഇത് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ പ്രസ് ചെയ്യാം. വീണ്ടും പ്രസ് ചെയ്താൽ ഇത് കോപ്പി ചെയ്യണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്യാം. ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഇതിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തതുകൊണ്ട് ഇവിടെ പേസ്റ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ലെയർ അവിടെ പേസ്റ്റ് ആയിട്ടുണ്ടായിരിക്കും, ചഷ്മ ഉറുദു എന്നുള്ളത്. നമുക്കിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലെയറുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാം കൂടെ ഒറ്റ ലെയറായിട്ട് മാറുന്നതായിരിക്കും. ഗ്രൂപ്പ് ലെയർ എന്ന് ഇപ്പോൾ ഒറ്റ ലെയറായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടെ സിംഗിൾ ലെയറാണ്. ഇപ്പോൾ നമ്മൾ ആ ചഷ്മ ഉറുദു എന്ന് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചത് അവിടെ ഒരു പ്രശ്നമുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കളയാം. ലെയറിൽ പോയിട്ട് അൺഗ്രൂപ്പ് കൊടുക്കാം. നമുക്കിതിനെ ഇവിടുന്ന് ഡിലീറ്റ് കൊടുക്കാം. യെസ്. ഇനി നമ്മൾ ഇത് സേവ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. സേവ് കൊടുത്താൽ ഇങ്ങനെയാണ് വരുന്നത്. വാച്ച് വീഡിയോ ടു റിമൂവ് വാട്ടർമാർക്ക് എന്ന് കാണാം. അൺലോക്ക് പ്രീമിയം എന്ന് മുകളിലും കാണാം. അപ്പോൾ നമുക്കിത് പിന്നെ വാട്ടർമാർക്കോട് കൂടെയാണ് കിട്ടുക. വാട്ടർമാർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ കാണണം, അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ വെർഷൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഏതായാലും ഞാനൊരു വീഡിയോ കാണുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. നെറ്റ് ഓൺ ആയിരിക്കണം. നെറ്റ് ഓൺ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നെറ്റ് ഓൺ ആക്കിയ ശേഷം വീഡിയോ കണ്ടാൽ അത് ഓക്കെ. ഇപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോർട്ട് ടു ഗാലറി, എക്സ്പോർട്ട് ആസ് PDF, സേവ് ആസ് ലോഗോ പ്രൊജക്റ്റ് എന്ന് ഞാൻ തൽക്കാലം എക്സ്പോർട്ട് ടു ഗാലറി എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ലോഗോ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ആയിട്ടുണ്ടായിരിക്കും. നമുക്കത് പരിശോധിക്കാം. ഞാനിപ്പോൾ ചെയ്ത ലോഗോ ഗാലറിയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് ഞാനിപ്പോൾ ചെയ്ത ലോഗോ. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് മനോഹരങ്ങളായ ലോഗോകൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച്, ഐഡിയക്കനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത ലോഗോകൾ ഇവിടെ കാണാം. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ വലതുവശത്ത് താഴെ നിങ്ങൾക്ക് അവരുടെ വാട്ടർമാർക്ക് കാണാം. ഇത് ഇല്ലാതെ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ പരസ്യം കാണണം, അല്ലെങ്കിൽ ഒറിജിനൽ വെർഷൻ പണം കൊടുത്ത് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് മനോഹരങ്ങളായ വ്യത്യസ്ത ലോഗോ തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഇമേജിറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ടൂളുകളും മറ്റും നമുക്ക് ഈ രൂപത്തിൽ മനോഹരമായ ലോഗോകൾ നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ വ്യത്യസ്ത ടൂളുകളെക്കുറിച്ചും മറ്റും വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്.